പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ എന്നും ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് ഉത്തേജനം തരുന്ന ഒരു വചനമുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. നിന്നെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയെ തൊടുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ പറയുന്നതല്ല, ദൈവം പറയുന്ന വാക്കാണ്. ഒരു ഭക്തനെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സൂക്ഷിക്കുവാൻ സ്വർഗത്തിൽ വിവിധമായിട്ടുള്ള പദ്ധതികളും വിവിധമായിട്ടുള്ള ആശയങ്ങളാണ് ദൈവം സൃഷ്ടിക്കുന്നത് അവനെ രക്ഷിക്കുവാൻ വേണ്ടി. ഒരു ദൈവദാസന്റെ അനുഭവം പ്രാരംഭമായി പറയട്ടെ. കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നതായ ഒരു ദൈവദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഖമില്ലാത്ത ഒരു ഭവനത്തിലെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രാത്രിയിൽ കിട്ടിയ ഒരു സന്ദേശമനുസരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വാഹനം ഓടിച്ചു പോകേണ്ടതായ ഒരു ആവശ്യം വന്നു. വനാന്തരമാണ്, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്തൂടെ ലേറ്റായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ആർക്കും ഭയം തോന്നും. അദ്ദേഹത്തിനും ഭയം തോന്നി. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയാണല്ലോ എന്ന് വിചാരിച്ച് താൻ യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ നിർഭാഗ്യവശാൽ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു കൂട്ടം കള്ളന്മാർ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തി. കർത്താവ് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്, ദൈവം എങ്ങനെയാണ് ഇവിടെ രക്ഷിക്കാൻ പോകുന്നതെന്ന് തനിക്കൊരാശയവും തന്നെ മനസ്സിൽ കിട്ടിയില്ല. കള്ളന്മാരുടെ കയ്യാൽ വധിക്കപ്പെടുമെന്ന് തനിക്ക് ഉറപ്പായി. തന്റെ മനസ്സിൽ, കർത്താവെ, നീ എങ്ങനെയാണ് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെങ്കിൽ ഞാൻ തിരുവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ തന്ന ഒരു വാഗ്ദത്തത്തെ ഏറ്റെടുക്കുന്നു. നിന്നെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയെ തൊടുന്നു. വിശ്വാസത്തോടുകൂടി താൻ ദൈവസന്നിധിയിൽ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്റെ നാവിനാൽ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞതിനു ശേഷം കള്ളന്മാർ അദ്ദേഹത്തെ വാഹനത്തിന് വെളിയിലിറക്കി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തു. എന്താണെന്ന് അറിയാമോ? ആ കൂടിയിരുന്ന ആ കള്ളന്മാരുടെ ഇടയിൽ തന്നെ ദൈവം ഒരു കൺഫ്യൂഷൻ അയച്ചു. ഒരുവൻ എന്തോ സംസാരിച്ചത് മറ്റൊരുവൻ ഇഷ്ടപ്പെട്ടില്ല. അതിനെക്കുറിച്ച് തർക്കമായി. അവർ തമ്മിൽ പിടിച്ചു തള്ളായി, ഉന്തായി, തള്ളായി, വഴക്കായി, ബഹളമായി. അവരുടെ ആയുധങ്ങൾ എടുത്ത് തമ്മിൽ പോരാടുവാൻ തുടങ്ങി. അങ്ങനെ ആ സംഘം തമ്മിൽ ഭയന്ന് അവിടം വിട്ട് ചെതറി ഓടിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ കർത്താവിന്റെ ദാസൻ സുരക്ഷിതമായി വാഹനം ഓടിച്ച് താൻ ഉദ്ദേശിച്ചതായ ഭവനത്തിലേക്ക് പോയി ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരമുണ്ടായി. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങൾ എന്നിൽ ആശ്രയിപ്പിൻ, എന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിങ്ങളെ പരിപാലിക്കും. ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ വേണ്ടി, ഭരിക്കുന്നതിന് വേണ്ടി ശൗലിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്ത് നിയമിച്ചാക്കി. താൻ രാജാവായി സ്ഥാനത്ത് ഒരു സ്ഥാനത്ത് ഭരണത്തിന് കീഴിൽ വന്ന നാൾ മുതൽ എന്നും ഫെലിസ്ത്യർ യുദ്ധത്തോട് യുദ്ധം. ഒരു ദിവസം പ്രഖ്യാപനമുണ്ടായി, ഫെലിസ്ത്യർ 10,000 രഥങ്ങളും മറ്റുമായി ഇതാ വന്നുകൂടിയിരിക്കുന്നു, ഇസ്രായേൽ ജനത്തെ മുഴുവനായി ഭൂമുഖത്ത് നിന്ന് സംഹരിച്ചു കളയുവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ശൗൽ നോക്കിയപ്പോൾ ഫെലിസ്ത്യ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു പോയി. ഇസ്രായേൽ ജനത്തിലെ പടത്തലവന്മാരും പടയാളികളും സാധാരണ ജനങ്ങളും വന്ന് മലന്തൂക്കിൽ നിന്ന് ഫെലിസ്ത്യരുടെ പാളയത്തിലേക്ക് നോക്കിയപ്പോൾ അവരാൽ നേരിടുവാൻ കഴിയാത്തതായ വലിയൊരു പട്ടാള സമൂഹം ആയുധങ്ങളുമായി അവർക്ക് നേരെ അടുക്കുന്നതായിട്ട് അവർ കണ്ടു. ജനം ഭയന്നു, വിരണ്ടോടി, ചെതറിപ്പോയി. മരന്തൂക്കുകളിലും പാറക്കെട്ടുകളിലും ഗുഹകളിലും ജനങ്ങൾ ചിതറിപ്പോയി ഒളിച്ചിരുന്നു. ശൗൽ ദൈവത്തിൽ ആശ്രയിച്ചു. ആ സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്നോട് പറഞ്ഞു, നീ പോയി പുരോഹിതനോട് സംസാരിക്കാൻ. ദൈവാത്മാവ് അവനെ വെളിപ്പെടുത്തി. അവന്റെ മേൽ ദൈവാത്മാവ് വസിച്ചിരുന്നതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ശൗൽ പോയി പുരോഹിതനോട് സംസാരിക്കുന്നു. 1 ശമൂവേൽ 14-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കൂ. ശൗൽ പുരോഹിതനുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ വലിയൊരു ശബ്ദ കോലാഹലം.
പടമുറുകി എന്ന് ഒരു ഭൃത്യൻ വന്ന് ശൗലിന് അറിവ് കൊടുത്തു. ശൗലിന്റെ ഉള്ളിൽ വലിയൊരു വിഭ്രാന്തി ഉണ്ടായി. സംഹരിക്കപ്പെടും, ശത്രുക്കൾ പിടിച്ചുകൊണ്ട് ശത്രു ഫെലിസ്ത്യർ തന്നെയും തന്റെ ജനത്തെയും സംഹരിക്കും, ഇനിയും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു നാമം ഭൂമിയിൽ ഉണ്ടാകുകയില്ല എന്ന് ശൗൽ ഉറപ്പിച്ചു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. പുരോഹിതന്റെ അടുത്ത് നിന്നും നിന്റെ കൈ വലിക്ക, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശൗൽ എഴുന്നേറ്റു വന്ന് ഫെലിസ്ത്യരുടെ പാളയത്തിലേക്ക് നോക്കിയപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ ആൾക്കാർ, ജനങ്ങളെല്ലാം ഫെലിസ്ത്യ സൈന്യം ചിന്നി അവിടെ ഇവിടെ ആയിട്ട് ഓടുന്നത് കാണുന്നു. എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. ഒടുവിൽ അല്പം കൂടെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളുടെ ഇടയിൽ ഒരു ഭിന്നത, തമ്മിൽ പോരടിച്ചു, അഭിപ്രായ വ്യത്യാസം. ഒരുത്തന്റെ നടത്തിപ്പിൽ ഒരാൾ നിൽക്കുന്നില്ല. അവരുടെ ഇസ്രായേൽ ജനത്തെ സംഹരിക്കുവാൻ കൊണ്ടുവന്ന ആയുധങ്ങൾ കൊണ്ട് അവർ തമ്മിൽ പോരാടി അവിടെ അവർ സംഹരിക്കപ്പെട്ടു. അങ്ങനെ ഗുഹകളിൽ ഒളിച്ചിരുന്നതായ ഇസ്രായേൽ ജനത്തിലെ പോരാളികളും ജനങ്ങളും അവർ സന്തോഷത്തോടുകൂടെ ദൈവത്തിന് ആർപ്പിടുവാൻ അവർ വെളിയിലിറങ്ങി വന്നു. നോക്കൂ, അത്ഭുതകരമായ പ്രവൃത്തി ദൈവം ചെയ്യും. നമ്മളോട് പോരാടുന്നവർ, നമ്മെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, സംഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മോടല്ല ദൈവത്തോടാണ് പോരാടുന്നത് എന്നുള്ളതായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകേണ്ടതെന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് അവരോട് ശത്രുതയില്ല. അവർ ദൈവത്തോടാണ്. നമ്മെ പള്ളു പറയുന്നവർ, നമ്മെ ഉപദ്രവിക്കുന്നവർ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയെ തൊടുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നവനും ദൈവത്തോട് മല്ലടിക്കുന്നവനും ദൈവത്തിൽ നിന്ന് തക്കതായ പ്രതിഫലങ്ങൾ പ്രാപിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതും നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തതുമായ വഴികളിൽ കൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ പോരാട്ടങ്ങൾ, നമ്മുടെ ജീവിതങ്ങളുടെ ഓരോരോ ഭാഗങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. നമ്മെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായ ചില വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും. ദൈവത്തിനറിയാം ഇസ്രായേൽ ജനത്തിന് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. എവിടെ നമ്മൾ ബലഹീനരാകുന്നോ, എവിടെ നമുക്ക് പ്രവർത്തിക്കുവാൻ ആയുധങ്ങൾ ഇല്ലാതാകുന്നോ, എവിടെ നമുക്ക് പറയുവാൻ ഒരു മറുവാക്കില്ലാതാകുന്നോ, എവിടെ നമ്മൾ അശക്തരായി നമുക്ക് തന്നെ തോന്നുന്നോ, അപ്പോൾ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കുവാൻ നാം പുരോഹിതനോട് സംസാരിച്ചെന്ന് പറഞ്ഞതുപോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം, ഒരു പതിവ്, ഒരു പാരമ്പര്യം നമ്മൾ കെട്ടിപ്പടുത്താൽ നമുക്ക് വരുന്നതായ പിൻതലമുറകളും അവരുടെ പരീക്ഷകളിൽ, അവരുടെ പ്രയാസങ്ങളിൽ ദൈവത്തോട് സംസാരിക്കും. നോക്കൂ, ശൗൽ വന്ന് ജനങ്ങളെല്ലാം ചിതറി ഓടി പോയി ഒളിച്ചിരിക്കുമ്പോൾ ശൗലിന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ്, നീ പുരോഹിതനോട് സംസാരിക്കുക, ദൈവത്തോട് സംസാരിക്കുക, കർത്താവിനോട് സംസാരിക്കുക. നമ്മുടെ ഇല്ലായ്മകളെ, നമ്മുടെ ദാരിദ്ര്യങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം അവിടെ നിന്ന് ഒരു ദൂത സഞ്ചയവുമായി നമുക്ക് വേണ്ടി ഇറങ്ങി വരും, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ ശത്രുക്കൾ, നമുക്ക് ഭൂമിയിൽ ആരും ശത്രുക്കളില്ല. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭയോട് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത്, നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജഡരക്തങ്ങളോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചാൽ, നമ്മൾ വൈരാഗ്യം പ്രഖ്യാപിച്ചാൽ, നമ്മൾ ശത്രുത പ്രഖ്യാപിച്ചാൽ നമ്മൾ തന്നെ യുദ്ധം ചെയ്യേണ്ടി വരും. എന്നാൽ ജഡരക്തങ്ങളോട് നമുക്ക് യുദ്ധമില്ല, നമ്മുടെ യുദ്ധം അവരോടല്ല എന്ന് പറയുമ്പോൾ ദൈവമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ഏറ്റെടുത്ത് ചെയ്യുന്നത്. എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമായി, പ്രായോഗികമായി നമ്മൾ അനുഭവിച്ചറിയേണ്ടതിനാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിലുള്ള ആശ്രയം, മനുഷ്യരോടുള്ള ശത്രുത മറന്ന് ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോട് സംസാരിക്കുവാൻ അഭ്യസിക്കേണ്ടതിന് നിനക്കും നിന്റെ ഭവനത്തിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും കൃപ നൽകുമാറാകട്ടെ, ജ്ഞാനം വർദ്ധിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. പ്രതികൂലതയുടെ മധ്യത്തിൽ അധൈര്യപ്പെട്ട് പോകാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ഈ പ്രഭാതം നിന്നെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.